ചികിത്സാഫലം കാണാതെ മസ്തകത്തിൽ മുറിവേറ്റ ആന ചെരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ കഴിഞ്ഞിരുന്ന ആന ചികിത്സയ്ക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. പ്രത്യേക സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകിയത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായതോടെ ആനയുടെ ജഡം സംസ്കരിക്കാനുള്ള നടപടികൾ അഭയാരണ്യത്തിൽ പുരോഗമിക്കുകയാണ്. അവശനിലയിലായിരുന്നുവെങ്കിലും രാവിലെ വരെ തീറ്റയും വെള്ളവും എടുക്കുകയും മരുന്നുകളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്ന ആന പൊടുന്നനെ കുഴഞ്ഞു വീണു. ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഒരടിയോളം ആഴത്തിലുള്ള മസ്തകത്തിലെ മുറിവിനെ തുടർന്നുണ്ടായ അണുബാധ തുമ്പിക്കൈയിലേക്കും വ്യാപിച്ചിരുന്നു. അതിനാൽ തുമ്പിക്കൈ കൊണ്ട് സാധാരണ നിലയിൽ വെള്ളം കുടിക്കുന്നതിന് ബുദ്ധിമുട്ടും നേരിട്ടിരുന്നു. മസ്തകത്തിലെ മുറിവിലൂടെയായിരുന്നു ശ്വാസം പുറത്തേക്ക് പോയിരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പ്രോട്ടോകോൾ പ്രകാരം പ്രത്യേക സംഘം നേതൃത്വം നൽകി. ഡോക്ടർ അനൂപ് രാജ്, വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ആൻഡ് ഹി വിൽ ബി അസിസ്റ്റഡ് ബൈ ഡോക്ടർ ഡേവിഡ്, ഡോക്ടർ മിഥുൻ, ഡോക്ടർ സിറിൽ, അഡ്വക്കേറ്റ് അരുൺ ബേസൻ, NGO പ്രതിനിധിയുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയായി ശ്രീമതി സിനി എൽദോ. മോറോവർ ദിസ് സന്തോഷ് കുമാർ IFS, നിതീഷ് കുമാർ IFS, ADCS ഓൺ ദ പാർട്ട് ഓഫ് ദ ടീം. ഞാൻ ഡെൽറ്റോ മാറോക്കി, അസിസ്റ്റന്റ് കൺസർവേറ്റർ, കൺവീനർ ഓഫ് ദിസ് പ്രോഗ്രാം. നമ്മൾ ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ എക്സാമിനേഷൻ നടത്തണം. അപ്പം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആ ഒരു മുറിവിൻ്റെ ഇത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ മൂലം സെപ്റ്റിസീമിയ ആകാം. പക്ഷേ നമുക്കത് പോസ്റ്റ്മോർട്ടത്തിൽ നോക്കണം ചേഞ്ചസ്. അത് കൂടാതെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് സാമ്പിളുകൾ കളക്ട് ചെയ്ത് മൈക്രോബയോളജി അതുപോലെ തന്നെ ഹിസ്റ്റോപത്തോളജിക്ക് അയക്കണം കൺഫർമേഷനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷനിൽ നിന്നും മയക്കുവെടി വെച്ച് പിടികൂടിയ ആനയെ കോടനാട്ടെ അഭയാരണ്യത്തിൽ എത്തിച്ചത്. യൂക്കാലി മരത്തടികൾ കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ ചികിത്സ തുടരുന്നതിനിടെ ആന ചരിയുകയായിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത്. മറ്റ് ആനകളുമായുള്ള സംഘട്ടനത്തിലാകാം ആനയ്ക്ക് മുറിവേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. ജനുവരി 24-ന് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി ചികിത്സ നൽകി വിട്ടയച്ചിരുന്നുവെങ്കിലും വീണ്ടും മുറിവ് പഴുത്ത് പുഴുവരിച്ച നിലയിൽ ആകുകയായിരുന്നു. ജനം, കൊച്ചി.